ശാന്തമായ ഒരു ഗ്രാമത്തിൽ ദയാലുവായ ഒരു വൃദ്ധനായ മുത്തച്ഛനും അദ്ദേഹത്തിന്റെ 18 വയസ്സുള്ള ചെറുമകൻ ദാമുവും താമസിച്ചിരുന്നു. മുത്തച്ഛന് ഫലഭൂയിഷ്ഠമായ ഒരു വലിയ ഭൂമിയുണ്ടായിരുന്നു. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, വിളകൾ വളർത്താൻ അദ്ദേഹത്തിന് വിത്തുകളില്ലായിരുന്നു. കൃഷിയിൽ സഹായിക്കാൻ ആരും മുന്നോട്ടു വന്നില്ല. ഒരു ദിവസം മുത്തച്ഛൻ മരിച്ചു. ഭൂമി മുഴുവൻ ചെറുപ്പക്കാരനായ ദാമുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. നടക്കുമ്പോൾ ദാമു ഒരു പക്ഷി നിലത്ത് കിടക്കുന്നത് കണ്ടു. അതിന്റെ ചിറക് ഒടിഞ്ഞിരുന്നു. ദാമു പക്ഷിയെ പതുക്കെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. മുറിവേറ്റ മൃഗങ്ങളെ മുത്തച്ഛൻ എങ്ങനെ സുഖപ്പെടുത്തിയിരുന്നുവെന്ന് അയാൾ ഓർത്തു. അങ്ങനെ അയാൾ കുറച്ചു പച്ചയിലകൾ ചതച്ച് ഒരു പേസ്റ്റ് ഉണ്ടാക്കി പക്ഷിയുടെ ചിറകിനടിയിൽ ശ്രദ്ധാപൂർവം പുരട്ടി. 2 ദിവസം ദാമു പക്ഷിയെ ദയോടും ക്ഷമയോടും കൂടി പരിപാലിച്ചു. പെട്ടെന്ന് തന്നെ പക്ഷിയുടെ ചിറക് സുഖപ്പെട്ടു. അത് ചിറകുകൾ വിടർത്തി ആകാശത്തേക്ക് പറന്നുയർന്നു. ദാമുവിന്റെ ദയ പക്ഷി ഒരിക്കലും മറന്നില്ല. ലോകം നിശബ്ദമായിരുന്ന ഒരു രാത്രിയിൽ അതേ പക്ഷി തിരിച്ചു വന്നു. ദാമുവിന്റെ വീടിന് മുകളിലൂടെ പറന്ന് ഒരു തിളങ്ങുന്ന വിത്ത് നിലത്തിട്ടു. ചന്ദ്രപ്രകാശത്തിൽ ആ വിത്ത് മൃദുവായി തിളങ്ങി. പിറ്റേന്ന് അതിരാവിലെ ദാമു പുറത്തേക്കിറങ്ങിയപ്പോൾ തന്റെ വീടിനടുത്ത് വിചിത്രമായ എന്തോ ഒന്ന് കണ്ടു. നിലത്ത് കിടക്കുന്ന തിളങ്ങുന്ന ഒരു വിത്ത്. അയാൾ കുനിഞ്ഞ് കൗതുകത്തോടെയും അത്ഭുതത്തോടെയും 2 കൈകളും കൊണ്ട് അത് ശ്രദ്ധാപൂർവം എടുത്തു. ദാമു ഒരു ചെറിയ കുഴിയിൽ ശ്രദ്ധാപൂർവം വിത്ത് നട്ടു. എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് അയാൾ അത് മണ്ണിട്ട് മൂടി നനച്ചു. ദാമുവിന് ആരും തന്നെ ഇല്ലായിരുന്നു. ദാമു നിരാശനായി കൃഷിയിടത്തിലേക്ക് നോക്കി നിന്ന് ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നൊക്കെ ചിന്തിച്ചു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിശ്വസനീയമായ ഒന്ന് സംഭവിച്ചു. ഒരു രാത്രിയിൽ വിത്തിട്ട സ്ഥലത്തുനിന്നും ഒരു മാന്ത്രിക ചെടി മുളച്ചു വന്നു. അതിന്റെ ശാഖകൾ തിളക്കമുള്ളതും നല്ല പഴങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്ന് അതിമനോഹരമായ മണവും. ഉറക്കമുണർന്ന ദാമു ഇതു കണ്ട് ഞെട്ടി. ദാമു ചെടിയുടെ അടുത്തേക്ക് നടന്നു. ഒരു പഴുത്ത പഴം പറിച്ചെടുത്തു. ഒരു കഷണം കടിച്ചു. അവിശ്വസനീയമം വിധം മധുരമുള്ളതായിരുന്നു അതിന്റെ രുചി. ഇതുവരെ ഇങ്ങനൊരു പഴം കഴിച്ചിട്ടില്ല. ദാമു വയറ് നിറയെ കഴിച്ചു. അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഇത് ശരിക്കും പ്രത്യേകതയുള്ള ഒന്നാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഓരോന്നിന്റെയും രുചി അവസാനത്തേതിനേക്കാൾ മികച്ചതായിരുന്നു. പക്ഷികൾ കൊക്കുകളിൽ വിത്തുകൾ വഹിച്ചുകൊണ്ട് ദാമുവിന്റെ കൃഷിയിടത്തിലാകെ വിതറാൻ തുടങ്ങി. മഴ പോലെ തോന്നി, പക്ഷേ വെള്ളത്തിനു പകരം വിത്തുകൾ എല്ലായിടത്തും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദാമുവിന്റെ ഒഴിഞ്ഞുകിടന്ന വയലുകൾ ഫലവൃക്ഷങ്ങളുടെ പറുദീസയായി മാറി. ഫാമിന്റെ ഓരോ കോണും പച്ച ഇലകളും വർണ്ണാഭമായ പഴങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. ഒരു കാലത്ത് ശാന്തമായിരുന്ന ആ ഭൂമി ഇപ്പോൾ പക്ഷികൾ, കാട്ടുകൾ, സൗന്ദര്യം എന്നിവയാൽ സജീവമായി. മാന്ത്രിക പഴങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പെട്ടെന്ന് പരന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ അവ വാങ്ങാനും രുചിക്കാനും എത്തി. ദാമു പഴങ്ങൾ വിറ്റു മറ്റുള്ളവരുമായി പങ്കുവച്ചു. താമസിയാതെ ഒരു ധനികനും സന്തുഷ്ടനുമായ ചെറുപ്പക്കാരനായി. ഒരു ചെറിയ പക്ഷിയോടുള്ള ദയ അവന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു.